ഇന്ത്യ മുഴുവൻ രോഷം കൊണ്ട് വിറച്ചു. 2019 പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ നോവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അന്ന് രാത്രി തന്നെ ഉന്നതതല യോഗം ചേർന്നു. ഇത്തവണ വെറുമൊരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രം പോരാ എന്ന് അവർ ഉറപ്പിച്ചു. പ്രതികാരത്തിന് സൈന്യം ഒരു പേര് കണ്ടെത്തി: ഓപ്പറേഷൻ സിന്ദൂർ. ഈ പേര് സിന്ദൂരം എന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ ഭർത്താവിന്റെ ആയുസ്സിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒപ്പം അതൊരു ത്യാഗത്തിന്റെ ചിഹ്നവുമാണ്. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന് പകരം ചോദിക്കാനും ഭാരതമാതാവിനെ സംരക്ഷിക്കാനും എടുത്ത പ്രതിജ്ഞയായിരുന്നു അത്. മെയ് 7-ാം തീയതി, സമയം അർദ്ധരാത്രി 1 മണി. ഇത്തവണ കരസേന മാത്രമല്ല, നാവികസേനയും വ്യോമസേനയും ട്രൈ സർവീസ് ഒരുമിച്ചാണ് ഇറങ്ങിയത്. ലക്ഷ്യം വ്യക്തമായിരുന്ന സമയം പുലർച്ചെ 1:44. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു. റഡാറുകളെ കബളിപ്പിക്കാൻ ഇലക്ട്രോണിക് ജാമറുകൾ ഉപയോഗിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ മണ്ണിൽ സ്ഫോടനങ്ങൾ